ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ബെൻഡിൻ്റെ പ്രയർ അനുഗ്രഹത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ മാതാപിതാക്കളായ നമ്മൾ മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനായി സമർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ വളർച്ചയുടെ കാലഘട്ടത്തിലും അനുഗ്രഹമായി തീരുവാൻ, മക്കളെക്കുറിച്ചുള്ള നമ്മുടെയും ദൈവത്തിൻ്റെയും പദ്ധതികൾ സഫലമായി തീരുവാനും മക്കൾ നന്മയിൽ ജീവിക്കുവാൻ വേണ്ടി മാതാപിതാക്കളായ നമ്മൾ മക്കളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ മക്കളെ സമർപ്പിക്കാം. അവരുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കാം. പരീക്ഷകൾ, എഴുതുന്ന എല്ലാ വിഷയങ്ങൾ, അവരുടെ ഒരുക്കങ്ങൾ, ആത്മീയ ജീവിതം, പ്രാർത്ഥനകൾ, പ്രാർത്ഥനാ കുറവുകൾ, എല്ലാ ഉഴപ്പുകൾ, മടി, അലസത, എല്ലാ മേഖലയും സമർപ്പിച്ചുകൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ അനുഗ്രഹത്തിനായി സമർപ്പിക്കാം. പഠന മേഖലയിൽ പലപ്പോഴും ഉന്നത വിജയം കരസ്ഥമാക്കുന്ന നമ്മുടെ പ്രിയ മക്കൾ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലും വിജയം നേടാനാവാതെ ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ തരണം ചെയ്യാൻ, എങ്ങനെ ഇതിനെ നേരിടണം, എങ്ങനെ അതിനെ മറികടക്കണമെന്ന് അറിയാതെ വിഷമിക്കുന്ന അവസ്ഥകളുണ്ട്. മറ്റു കാര്യങ്ങളിൽ അവരെല്ലാം മുൻപന്തിയിലാണ്. കലാപരമായും കായികപരമായും വിദ്യാഭ്യാസപരമായും മുൻപന്തിയിൽ നിൽക്കുന്ന നല്ല കഴിവുകളുള്ള നമ്മുടെ മക്കൾ, എന്നാൽ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ കടന്നു വരുമ്പോൾ, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ നേരിടുവാനുള്ള ആത്മവിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇവിടെ കർത്താവിൻ്റെ വചനം, കൂദാശകൾ, അങ്ങനെ ആത്മീയമായി കൃപകൾ നേടിയാൽ മാത്രമേ ഇതിനെ നേരിടുവാനായിട്ട്, അതിനെ മറികടക്കുവാനായിട്ട് നമ്മുടെ മക്കൾക്ക് സാധിക്കത്തുള്ളൂ. പ്രിയ മാതാപിതാക്കളെ, ആ ഒരു കൃപ നിറയുവാൻ, വചനം നിറയുവാനും, വചനത്തോടുള്ള ഭക്തി വരുവാനും, പ്രാർത്ഥിക്കുവാനും, വചനം വായിക്കുവാനും, വിശുദ്ധ ഗ്രന്ഥം അത് സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ജെറമ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായം 9-ാം വചനം ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുമ്പോൾ, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വചനം നിറയുവാനായി വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും, വചനമെടുത്ത് വായിക്കുവാനും, ഓരോ അവസരത്തിലും വചനം വായിച്ച് ദൈവത്തോട് ആലോചിക്കുവാനും, അങ്ങനെ നന്മയിൽ കൃപയിൽ വളരുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജെറമിയ 1:9. ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ നാവിൽ അവിടുത്തെ വചനങ്ങൾ നിറയട്ടെ. ഈശോയെ, അവിടെ എല്ലാ വിഷമസന്ധികളിലും വേദനകളിലും അവിടുത്തെ വചനത്താൽ മക്കൾ നിറയുകയും അതിനെ നേരിടുവാനുള്ള വിശ്വാസവും ആത്മധൈര്യവും മക്കൾക്കുണ്ടാകട്ടെ. എല്ലാ വേദനകളിലും വിഷമങ്ങളിലും കൂദാശകളിലൂടെ, പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനും ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കുവാനും ഇടയാകട്ടെ. അങ്ങനെ ഈശോയെ, അവിടുത്തെ പ്രിയ മക്കളായി ഞങ്ങളുടെ മക്കൾ വളരുകയും അനുഗ്രഹം പ്രാപിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.